താങ്ക്സ് എടുത്തി. ഈ വീട്ടിലുണ്ടാവേണ്ടിയിരുന്ന വലിയൊരു പ്രശ്നത്തെ തന്നെയാ ഏട്ടത്തിയാട്ടി ഒഴിവാക്കി വിട്ടത്. ഇത്രയും നിസ്സാരമായി പരിഹരിക്കേണ്ട ഒരു കാര്യത്തിന് ഏടത്തി നേരത്തെ കുറെ ആലോചിച്ചത്. ഏകദേശം എല്ലാത്തിനൊരു തീരുമാനമായ സ്ഥിതിക്ക് നാളെ സന്ദീപ് ഇവിടേക്ക് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നാളെ നേരം പുലരുന്നതിന് മുമ്പേ വക്രബുദ്ധിയിൽ ആലോചിച്ച് മറ്റെന്തെങ്കിലും കാരണം ഉണ്ടാക്കി ഇപ്പം നമ്മൾ തീരുമാനിച്ച കാര്യത്തിന് മറ്റെന്തെങ്കിലും മാറ്റം വന്ന പിന്നെ ഇതുപോലൊരു സംസാരം നമ്മൾ തമ്മിൽ ഉണ്ടാവില്ല. അതെ, ഒന്ന് നിന്നേ. നീ പറഞ്ഞ കാര്യം ഞാൻ അക്ഷരം പ്രതി അനുസരിച്ചു കഴിഞ്ഞു. നിന്റെ ഉദ്ദേശവും നടന്നു. ഇനി നിനക്ക് ഈ ഡയറിയുടെ ആവശ്യമില്ലല്ലോ. അതിങ്ങ് തന്നേക്ക്. അതെങ്ങനെ ശരിയാവും? ഇപ്പൊ എന്റെ കയ്യിലുള്ള ആകെയുള്ള കച്ചിത്തുരുമ്പാ ഇത്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് തോന്നും നിങ്ങൾ എന്തോ വലിയ ആളാണെന്നും നിങ്ങൾ കഴിഞ്ഞേ ഇവിടെ മറ്റാരും ഉള്ളൂ എന്നും. അതൊരു അല്പത്തരമാണെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. നിങ്ങൾക്കിതുവരെ അത് മനസ്സിലായിട്ടില്ല. നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് താഴൂന്ന് കണ്ട അപ്പൊ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടും. അങ്ങനെ കാണിക്കുമ്പോ നിങ്ങളെ വലിയ മുറുക്കി കെട്ടി നിർത്താൻ എന്റെ കയ്യിലുള്ളൊരു തുറുപ്പ് ചീട്ട ഈ ഡയറി. ഇതെന്റെ കയ്യിൽ തന്നെ ഭദ്രമായിട്ടിരിക്കട്ടെ. ഒന്ന് തലപൊക്കി വരുമ്പോ ഇതുകൊണ്ടൊരു കൊട്ട്. അതോടെ നിങ്ങൾ അടങ്ങിക്കോളും. ഇനി മുതൽ നിങ്ങൾ എന്നോട് ചെയ്തതിനൊക്കെ ഞാൻ തിരികെ ചെയ്യാൻ പോവാ. അവന്തികയെ അർച്ചന പൂട്ടും, അടപടലം പൂട്ടും. നോക്കിക്കോ. അതൊക്കെ നിന്റെ തോന്നലാ മോളെ. ഈ ഡയറിയിലെ കുറെ പേപ്പറുകൾ വെച്ച് എന്നെ ആജീവനാന്തകാലം ബ്ലാക്ക്മെയിൽ ചെയ്യാനൊന്നും നിന്നെ കൊണ്ടാവില്ല. ആലോചിക്കാനുള്ള സമയം എനിക്ക് കുറച്ച് കിട്ടിയിരുന്നെങ്കിൽ എനിക്കിപ്പോ നിന്റെ ദയയ്ക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ടി വരില്ലായിരുന്നു. ഇതിപ്പോ എന്റെ നിലനിൽപ്പിന്റെ ഒരു പ്രശ്നമായിപ്പോയി. എനിക്കറിയാം ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന്. അതുവരെ നീ ജയിച്ചു നിൽക്ക്. അത് കഴിഞ്ഞ് നമ്മളൊന്ന് ശരിക്ക് കാണുന്നുണ്ട്. ഈ ഒരു പകലും ഒരു രാത്രിയുണ്ട്. നീ മുടക്കി കാണിക്കേ. അങ്ങനെയാണെങ്കിൽ നീതേ ഇങ്ങനെ വിളിക്കുന്നിടത്ത് ഞാൻ നിൽക്കും. സന്ദീപിന്റെ അനഘയുടെയും വിവാഹം മുടക്കിയ ഇങ്ങനെ വിളിക്കാന്നാ അന്ന് പറഞ്ഞത്. ഞാൻ വെറുതെ ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കിയെന്നേ ഉള്ളൂ. എന്റെ അനിയത്തിയോട് സ്നേഹത്തിന്റെ ഭാഷയിൽ എന്തോ സംസാരിച്ചു എന്നൊക്കെ ഞാൻ അറിഞ്ഞു. നല്ല ഉദ്ദേശത്തോടെ അല്ലെന്നും എനിക്കറിയാം. അതിനി എന്തുദ്ദേശത്തോടെ ആയാലും ശരി, കളി അവളോട് വേണ്ട. ചില സമയത്ത് എന്നെക്കാളും വാശിയും ദേഷ്യവും ആദരിക്കും. ഞാൻ തരുന്ന പല സൗജന്യങ്ങളും അവള് തരൂന്ന് കരുതരുത്. പിന്നെ അവളെ കയറി ഭരിക്കാനും പോണ്ട. കാരണം എന്റെ അനിയത്തി എന്നതിലുപരി നിങ്ങളെയും എന്നെയും പോലെ അവകാശമുള്ളവളാ ഇപ്പൊ ആതിരയും. അതായത് നെല്ലിശ്ശേരി സേതുമാധവന്റെ മരുമകൾ. മൂത്ത മരുമകൾക്ക് ഏറ്റവും ഇളയ മരുമകളോട് എന്തെങ്കിലും വിദ്വേഷം തോന്നിയ ഇടയ്ക്ക് ഒരു മരുമകൾ ഉണ്ടെന്നും കൂടി ഓർക്കണം. നല്ലോണം അറിയാലോ ഈ മരുമകളെ. അതുകൊണ്ട് അവളെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കരുത്. ഇത് അനിയത്തി അനഘയോടും കൂടി ഒന്ന് പറഞ്ഞേക്ക്.
ഉം. ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. എന്താണ്? ഏയ് ഒന്നുമില്ല. ആ, അങ്ങനെ ഒന്നുമില്ലാതൊന്നുമല്ല. എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. അതും സന്തോഷം തരുന്ന എന്തോ ഒന്ന്. സത്യം പറഞ്ഞാ അതെ, ചെറിയ വലിയൊരു സന്തോഷമുണ്ട് എനിക്ക്. അത് കേൾക്കുമ്പോ സച്ചേട്ടന് സന്തോഷാവും. എന്താ അത്? നമ്മുടെയും ഇവിടത്തെയും പ്രശ്നങ്ങൾ മുഴുവനും തീരാൻ പോവാ എന്ന് പറഞ്ഞാ നാളെ സന്ദീപ് ഇവിടേക്ക് വരാൻ പോവാണെന്ന്. ശരിക്കും? അതെ, ശരിക്കും. ഇതെങ്ങനെ പറ്റി? സത്യം പറയണോ അതോ കള്ളം പറയണോ? താൻ സത്യം പറഞ്ഞാ മതി. എങ്കിൽ പറയാം. മാജിക്. മാജിക്കോ? അതെ, മാജിക്. എന്റെ അല്ല, ഈശ്വരന്റെ. താൻ എന്തൊക്കെയായി പറയുന്നേ? ഈശ്വരന്റെ മാജിക്കോ? ഒന്ന് തെളിച്ചു പറ. സന്ദീപ് നാളെ വരുമെന്ന് ആരാ തന്നോട് പറഞ്ഞത്? അവന്തിയെടുത്തി. അവന്തിയെടുത്തിയോ? ഞാൻ അവന്തിയെടുത്തിയോടെല്ലാം ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞു. ഞാൻ പറഞ്ഞതൊക്കെ ഏട്ടത്തിക്ക് അതേപടി മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പൊ തന്നെ അച്ഛനോട് ഏട്ടത്തി പോയി സംസാരിച്ച് എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കി. ശരിക്കും? ഈശ്വര, പ്രാർത്ഥന കേട്ടു. അല്ല, താൻ എന്തൊക്കെ ഏട്ടത്തിയോട് പറഞ്ഞത്? അത് അറിയാനേ ഒരു കൗതുകം, അതാ. ഞാൻ കൂടുതലായി ഒന്നും പറഞ്ഞിട്ടില്ല. അവന്റെ അടുത്തേക്ക് അറിയാത്ത ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, സന്ദീപിന്റെയും ആതിരയുടെയും. ഞാനത് പറഞ്ഞപ്പോ തന്നെ അവന്റെ അടുത്തേക്ക് കാര്യം മനസ്സിലാവുകയും ചെയ്തു. താൻ പറഞ്ഞതുപോലാണെങ്കിൽ നാളെ എല്ലാ പ്രശ്നങ്ങളും തീരും. സന്ദീപും ആതിരയും ഇനി മുതൽ സന്തോഷത്തോടെ ഒന്നിച്ച് താമസിക്കുമ്പോ തന്റെ വീട്ടിലെയും ഇവിടുത്തെയും പിണക്കമൊക്കെ മാറും. അച്ഛന്റെ ദേഷ്യം മാറി പഴയതുപോലെ ആവുകയും ചെയ്യും. അതെ സച്ചേട്ടാ, എല്ലാം അങ്ങനെ നല്ല രീതിയിൽ അവസാനിക്കണം തന്നെ എന്റെയും പ്രാർത്ഥന. അച്ഛനും വലിയ ആഗ്രഹമായിരുന്നിരിക്കണം സന്ദീപിനെ തിരിച്ചു വിളിക്കാൻ. ഞാൻ നിമിത്തമായെങ്കിലും അച്ഛന്റെ തീരുമാനം തന്നെയാണ് പ്രധാനം. എല്ലാം നാളത്തോടെ അവസാനിക്കും, എനിക്ക് ഉറപ്പാത്. അതെ, ഞാൻ മൂന്നാമത്തെ തവണയാ നിങ്ങളെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നത്. നിരാഹാരം കിടക്കാനാ ഉദ്ദേശിച്ചെങ്കിൽ അതൊന്ന് പറഞ്ഞ ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും കഴിച്ച് കിടന്നുറങ്ങായിരുന്നു. ആവണിമോൾക്ക് എന്തെങ്കിലും കൊടുത്ത് നീയും കൂടെ കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്കും മീരെ. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളെടുത്ത് കഴിച്ചോളാം. നിങ്ങൾ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നതിന്റെ കാര്യം എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിപ്പോ നിനക്ക് മനസ്സിലാവില്ല. ഇപ്പോഴെന്നല്ല, ഒരിക്കലും എനിക്ക് മനസ്സിലാവൂല. ആതിര താമസിക്കുന്നതേ നെല്ലിശ്ശേരി വീട്ടില്, സേതുമാധവന്റെ ഇളയ മകന്റെ ഭാര്യയായിട്ട്. അതായത് അവന്തികയ്ക്കും അർച്ചനയ്ക്കും ആ വീട്ടിലുള്ള അതേ സ്ഥാനം. നിങ്ങളുടെ രണ്ടുപേരുടെ ഇരിപ്പ് കണ്ടാ തോന്നും അവൾ ഏതോ ഗതിയില്ലാത്തവന്റെ കൂടെ ഒളിച്ചോടി പോയിന്ന്. മീരേ, നീ നോക്കുന്നത് അവിടുത്തെ ആസ്തിയും സൗകര്യങ്ങളുമാ. ഞങ്ങൾക്ക് വലുത് അവളുടെ സന്തോഷവും സമാധാനവുമാ. അത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. വലിയ വീടും സൗകര്യമൊക്കെ ഉണ്ടെങ്കിലും സമാധാനമില്ലെങ്കിൽ അവിടെ തീർന്നു എല്ലാം. അതുകൊണ്ട് അതിലൊന്നും ഒരു കാര്യവുമില്ല. എന്നിട്ട് ഈ പറഞ്ഞ വീട്ടിലുണ്ടോ സമാധാനം? ഇത് വലിയ വീടുമല്ല, സൗകര്യങ്ങളും കുറവ്. അതെ, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. സന്ദീപിനെ കൊണ്ട് ആതിരെ വിവാഹം കഴിപ്പിക്കണമെന്ന് നിങ്ങൾക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നെന്ന് എനിക്കറിയാം. ചുരുക്കി പറഞ്ഞ എല്ലാവർക്കും അതൊക്കെ തന്നെയായിരുന്നു ആഗ്രഹം. പക്ഷേ അത് നടന്നത് ഇങ്ങനൊരു സാഹചര്യത്തിലായി പോയതിന്റെ വിഷമമൊന്നു മാത്രം.
പിന്നീടുള്ള അവരുടെ വലിയ സന്തോഷങ്ങളിൽ ഇതൊക്കെ എല്ലാവരും മറക്കും. ഇതൊക്കെ അവളുടെ ഭാഗ്യത്തിനാന്നേ ഞാൻ പറയും. അല്ലെങ്കിൽ ഇപ്പൊ എന്തായേനെ? വയറ്റിലൊരു കുഞ്ഞിനെയും കൊണ്ട് ആതിര ഇവിടെ നിൽക്കേണ്ടി വരില്ലായിരുന്നോ? ആതിര സന്ദീപിന്റെ കുഞ്ഞിനെയും അർച്ചന സച്ചിയിൽ പിറക്കുന്ന കുഞ്ഞിനെയും പ്രസവിച്ച് കഴിയുമ്പോ വൃന്ദാവനം വീട്ടിലുള്ള നമുക്കെല്ലാം പിന്നെ അവിടെ എന്ത് സ്ഥാനാന്ന് ആലോചിച്ച് നോക്കിയേ. എന്റെ അമ്മേ, ഇതൊക്കെ ഓർത്ത് സന്തോഷിച്ചിരിക്കല്ലേ വേണ്ടത്? അല്ല വേണ്ട, അതൊക്കെ ഓർത്ത് നീ അങ്ങ് സന്തോഷിച്ചാ മതി. അങ്ങനെയുള്ള സൗഭാഗ്യത്തിൽ മയങ്ങി ജീവിക്കാനേ ഇവിടെ ആരും കിട്ടത്തില്ല. ആ, ഇതൊക്കെ ഇപ്പൊ പറയും. നമുക്ക് കാണാലോ എത്ര കാലം പിണങ്ങിയിരിക്കുന്നു. അങ്ങനെ ഒന്നുമില്ല. ഞാൻ മരിക്കുന്നത് വരെ നെല്ലിശ്ശേരി കുടുംബമായിട്ട് ഈ വീട്ടിലെ ആർക്കും ഒരു ബന്ധവും ഉണ്ടാവില്ല. എടാ, നമ്മളെന്തിനാ അവരെ മാത്രം കുറ്റം പറയുന്നത്? ആതിര സന്ദീപിന് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോ നമ്മൾ എന്താ ചെയ്ത്? നമ്മൾ അതിന്ന് പറഞ്ഞ് മാറ്റാൻ നോക്കി. കേക്കാത്തപ്പ തല്ലി, മുറി പൂട്ടിയിട്ടു. മറ്റൊരു വിവാഹത്തിന് നിർബന്ധിച്ച് സമ്മതിപ്പിക്കുകയും ചെയ്തു. അന്ന് അതിനൊക്കെ പകരം സേതുവേട്ടനോട് പോയിട്ട് ഉള്ള കാര്യം ഒന്ന് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇന്നിതിപ്പോ ഒരു പ്രശ്നമില്ലാതെ നടന്നു പോയാനെ. അപ്പോ ഇന്നീ നടന്നതിന്റെയൊക്കെ കൂടുതൽ തെറ്റ് നമ്മുടെ ഭാഗത്തല്ലേ? അനുഭവിക്കുന്നതോ ആതിരയും വച്ചു. മോനെ, കമല പറഞ്ഞതുപോലെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ശരിക്കുള്ള സമയത്ത് ചെയ്തില്ല. സേതുവിനോട് പോയി സംസാരിച്ചാൽ തീരാവുന്ന കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് എനിക്കിപ്പോ തോന്നുന്നത്. നമ്മളെയൊക്കെ ഭയന്നാവും കുട്ടികൾ തന്നെ വിവാഹം കഴിക്കാമെന്ന് സ്വയം തീരുമാനിച്ചത് തന്നെ. ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ട് 2 ദിവസം തികച്ചായിട്ടില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, അവരെ ന്യായീകരിക്കാനും അതിനെക്കുറിച്ച് ആലോചിക്കാനും തുടങ്ങി. ഇതാ ഞാൻ പറഞ്ഞത്, ഈ വിഷയത്തിലുണ്ടായ ഒരു പിണക്കവും അധികകാലം ഏൽക്കില്ലെന്ന്. അമ്മേ, ഞാനൊരു കാര്യം ചോദിച്ച അമ്മ സത്യം പറയോ? ശരിക്കും അമ്മയ്ക്ക് ആതിരെ കാണണമെന്ന് തോന്നുന്നില്ലേ? അങ്ങനെ ചോദിച്ചാ ഉണ്ട്. അനൂപിനോടൊന്ന് ചോദിക്കാനിരിക്കായിരുന്നു ഞാൻ. ഞാനും മാഷും കൂടി അവിടം വരെ ഒന്ന് പൊയ്ക്കോട്ടെ എന്ന്. വേണ്ട, അച്ഛനും അമ്മയ്ക്കും കാര്യങ്ങൾ ഇതുവരെ മനസ്സിലായില്ലേ? വീണ്ടും വീണ്ടും അവിടെ കയറി ചെന്ന് നാണം കെടണോ? ഇനി ഇവിടെ നിന്ന് ആരെങ്കിലും അങ്ങോട്ട് കയറി ചെന്നാ അവരെന്താവും പറയാൻ പോകുന്നതെന്ന് അമ്മയ്ക്കറിയോ? എന്നാൽ എനിക്കറിയാം. നമ്മൾ മനഃപൂർവ്വം ആതിരെ പറഞ്ഞുവിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കിയെന്നാവും. അത് കേൾക്കാൻ ഇവിടെ നിന്ന് ആരും പോകുന്നില്ല. അല്ലെങ്കിൽ തന്നെ അവൾ അവളുടെ സ്വന്തം ഭർത്താവിനൊപ്പം അവിടെ ഒന്നിച്ച് ജീവിക്കുമെന്നല്ലോ. അവൻ വേറെ ഏതോ വീട്ടിലല്ലേ. അച്ഛൻ്റെയും മൂത്ത ചേട്ടത്തിയുടെയും വാക്ക് കേട്ട് അവൻ ഇറങ്ങിപ്പോയതല്ലേ. നട്ടലിന് ബലമില്ലാത്ത ഇവനെയൊക്കെ ഞാൻ എല്ലാവരോടുമായിട്ട് ഒരു കാര്യം പറയുക. ഇവിടുന്ന് ആരും പോകുന്നില്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ അനിയത്തിമാര് 2 പേരും എൻ്റെ മനസ്സിൽ മരണപ്പെട്ട് കഴിഞ്ഞു. ഇനി നിങ്ങളുടെയൊക്കെ മനസ്സിലും ഓർമ്മകളിലും അർച്ചനയും ആതിരയും ഉണ്ടെങ്കിൽ അതിനെ മനഃപൂർവ്വമായിട്ട് ഇല്ലാതാക്കണം. നമ്മുടെ ജീവിതത്തിൽ അവർക്കിനി ഒരു സ്ഥാനവും വേണ്ട. നാളെ ഈ സമയത്ത് സന്ദീപ് ഇവിടെ ഉണ്ടാവണം. ഹലോ, ഞാനിപ്പോ ഒരു വിശേഷം അറിഞ്ഞു. അത് ഉള്ളതാണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ.
ചേച്ചി ഇന്ന് സന്ദീപിനെ വിളിച്ചോണ്ട് വരാൻ പോവാണോ? അത് അതെ. ചേച്ചിക്ക് ഇത് എന്തു പറ്റി? ഓ, അയാൾക്ക് ആ സേതുമാധവന് ഭ്രാന്താ. അതിന്റെ കൂടെ ചേച്ചി എന്താ മുഴു ഭ്രാന്ത് കാണിക്കാണോ? അതൊക്കെ ഞാൻ വന്നിട്ട് വിശദമായിട്ട് പറയാം. എന്ത് വിശദമായി പറയാന്ന്? സന്ദീപിനെ ഒരിക്കലും ഈ വീട്ടിൽ കയറ്റില്ലെന്നും ആതിരയുമായി ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ലെന്നും നമ്മൾ ചേർന്നെടുത്ത തീരുമാനമല്ലേ? എന്നിട്ട് ഞാൻ പോലും അറിയാതെ, എന്നോടൊരു വാക്ക് പോലും പറയാതെ രഹസ്യമായി ചേച്ചി ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത് എന്തിനാ? അങ്ങനെ ഒരു തീരുമാനം എടുത്തു. എന്തൊക്കെ പറഞ്ഞാലും സന്ദീപിനെ അങ്ങനെ മൊത്തത്തിൽ ഉപേക്ഷിക്കാൻ പറ്റുമോ? പറ്റണം. ഞാൻ അവനെ മനസ്സിൽ നിന്ന് പുല്ല് പോലെ വലിച്ചെറിഞ്ഞില്ലേ? ചേച്ചിക്ക് പിന്നെന്താ ഇത്ര പ്രയാസം? ആദ്യം അവൻ വീട്ടിലേക്ക് വരട്ടെ. അച്ഛനും കൂടെ താല്പര്യമുള്ളതുകൊണ്ടാ ഞാൻ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചത്. അയാൾക്ക് ഈ വയസ്സാം കാലത്ത് എന്തിന്റെ കേടാ? അയാൾ ഇങ്ങനെ പലതും പെറുപിറുത്തോണ്ടിരിക്കും. അതിനൊക്കെ കൂട്ടു നിൽക്കലും നടപ്പിലാക്കി കൊടുക്കലുമാണോ ചേച്ചിയുടെ ജോലി? ചേച്ചി പറയുന്നതൊന്നും കാണിക്കുന്നതും മറ്റൊന്നും. അവനെയും വിളിച്ച് ഇവിടെ കൊണ്ടാക്കിയിട്ട് നമുക്കിനി ഇവിടെ വെറുതെ ഇരിക്കാം. നമ്മുടെ തോൽവികളെല്ലാം ചേച്ചി അങ്ങോട്ട് പോയി വാങ്ങുന്നതാ. ഞാനേ പിന്നെ വിളിക്കാം. ഹലോ ഹലോ, എന്താ മോളെ, ആരാ വിളിച്ചത്? അത് എൻ്റെ ഒരു ഫ്രണ്ട് അച്ഛാ. സന്ദീപിനെ തിരികെ കൂട്ടിക്കൊണ്ടുവരുന്ന കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. അതൊന്ന് വിളിച്ച് ചോദിച്ചെന്നേ ഉള്ളൂ. അംബരീഷിന്റെ വീട്. ഞാൻ അംബരീഷ്. ഞങ്ങള് മനസ്സിലായി. ഇരിക്കൂ. സന്ദീപ് പുറത്തു പോയിരിക്കാം, ഇപ്പൊ വരും. മോൻ തനിച്ചാണോ ഇവിടെ? അല്ല, അച്ഛനും അമ്മയുണ്ട്. അവര് ജോലിക്ക് പോയിരിക്കുക. അച്ഛാ, ഞങ്ങൾ വന്നത് നിന്നെ ഇവിടുന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാ. അതിന്റെ അർത്ഥം ഞാൻ നിന്നോടെല്ലാം ക്ഷമിച്ചു എന്നല്ല. ഒരു മകൻ ഇറങ്ങിപ്പോയതിന്റെ വിഷമം ഇന്നും മാറിയിട്ടില്ല. അതേ അവസ്ഥയിൽ എൻ്റെ ഇളയ മകൻ കൂടി ആവണ്ടെന്ന് കരുതി. പിന്നൊരു വ്യത്യാസമുള്ളത്, മൂത്ത മകൻ പോയത് എൻ്റെ ഭാഗത്ത് തെറ്റുകൊണ്ടാ. എന്നാ ഇളയവൻ്റേത് അങ്ങനെയല്ല. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും നീ താലി കെട്ടിയൊരു പെൺകുട്ടി എൻ്റെ വീട്ടിലുണ്ട്. അവളുടെ കണ്ണീരിൻ്റെ ശാപം എൻ്റെ കുടുംബത്തിലേക്ക് വരരുത് എന്നെനിക്ക് നിർബന്ധമുണ്ട്. അതിലെല്ലാം ഉപരി അവന്തിക വന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് കൂടിയാ ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത്. നീ ഞങ്ങളെ ചതിച്ചെന്ന് കരുതി ഞങ്ങൾക്ക് നിന്നെ കളയാൻ പറ്റില്ലല്ലോ. നീ കാണിക്കുന്ന പോലെ തിരിച്ച് പ്രതികാരം ചെയ്യാനൊന്നും ഞങ്ങൾക്കാവില്ല. ഒന്ന് ഓർത്തു നോക്ക്, എത്ര സമാധാനത്തോടെ കഴിഞ്ഞിരുന്ന കുടുംബമായിരുന്നു നമ്മുടെ. ഇപ്പോ അങ്ങനെയാണോ? ഒന്ന് മനസ്സമാധാനത്തോടെ ഉറങ്ങിയിട്ട് എത്ര നാളായെന്നറിയോ? അർച്ചന വന്നതിന് ശേഷം കുടുംബം ആകെ താളം തെറ്റിയത്.
അർച്ചന അവിടേക്ക് വരാൻ കാരണക്കാരി ഞാനാണെന്നതിന്റെ കുറ്റബോധം ഇപ്പോഴും എനിക്കുണ്ട്. അർച്ചനയെ പോലെ തന്നെ ആതിരയും കൂടെ ആ വീട്ടിലേക്ക് വന്നാ അവിടെ എന്തൊക്കെ സംഭവിക്കുന്നുള്ള ആശങ്ക ഇപ്പോഴും എന്നെ പിന്തുടരുന്നുണ്ട്. അതുകൊണ്ടാ ഞാൻ ആതിര ആ വീട്ടിലേക്ക് കയറ്റാൻ ആദ്യം സമ്മതിക്കാതിരുന്നത്. അപ്പോ എല്ലാവരും എനിക്കെതിരെ. അനക്കയുടെ പല ചോദ്യങ്ങൾക്കും ഇപ്പോഴും മറുപടി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എനിക്ക്. എല്ലാം ക്ഷമിച്ച് നിന്നെ തിരിച്ചു വിളിക്കാൻ ഞാൻ ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോഴും എനിക്ക് ഭയമുണ്ട്. ഇനി അങ്ങോട്ടുള്ള നിന്റെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത്. നെല്ലിശ്ശേരി പോലൊരു കുടുംബത്തിൽ നിന്നിറങ്ങി കൂട്ടുകാരന്റെ വീട്ടിൽ അഭയം പ്രാപിക്കേണ്ടി വന്ന നിന്റെ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് നീ ഒന്ന് ആലോചിക്ക്. അപ്പൊ മനസ്സിലാവും നിന്റെ ജീവിതം എവിടെ പോയാ നിൽക്കുന്നതെന്ന്. ഇതെല്ലാം വരുത്തിവെച്ചത് നീയോ അർച്ചനയും ചേർന്നല്ലേ? ഇപ്പൊ അവക്ക് നിന്നെ സംരക്ഷിക്കാൻ പറ്റുന്നുണ്ടോ?